നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിമാനത്തിനുള്ളിൽ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ച മലയാളിയായ യുവാവ് അറസ്റ്റിലായ സംഭവം, ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ മറ്റ് ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. നമുക്കറിയാം എത്രമാത്രം അപകടകരമാണ് ഈ വിമാനത്തിനുള്ളിൽ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നത് എന്നതൊക്കെ. ആ ഒരു എന്തൊക്കെ അപകടങ്ങളാണ് മുന്നിലുള്ളത് എന്നതടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുന്നേ ഈ പ്രതി മജിസ്ട്രേറ്റിന് മുന്നിലും പരാക്രമം നടത്തിയിരിക്കുന്നു എന്ന നിർണായകമായ വിവരമാണ് പുറത്തു വരുന്നത്. ആകാശത്ത് വെച്ച് വിമാനത്തിലെ വാതിൽ തുറക്കാൻ ശ്രമിച്ച് പരാക്രമം കാട്ടിയ മലയാളി യുവാവ് മജിസ്ട്രേറ്റിന് മുന്നിലും പരാക്രമം തുടർന്നു. കൊലംബൂരിൽ നിന്നും കൊച്ചിയിലേക്ക് വന്ന ബാട്ടിക് എയർലൈൻസിൽ ആണ് പ്രതി പാലക്കാട് സ്വദേശിയായ ജംഷീർ ഇത്തരത്തിലൊരു അതിക്രമം കാണിച്ചത്. ജംഷീറിനെ സഹയാത്രികർ ചേർന്ന് കീഴടക്കുകയായിരുന്നു. സഹയാത്രികർ ചേർന്ന് CISFന് കൈമാറിയിരുന്നു. പിന്നാലെ ഇയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിച്ചപ്പോഴാണ് നാടകീയ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. മജിസ്ട്രേറ്റിന് മുന്നിൽ വെച്ച് ജംഷീർ ജാമ്യ പേപ്പറുകൾ വലിച്ചു കീറി എറിയുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, പോലീസ് സമയോചിതമായ ഇടപെടൽ നടത്തിയത് കൊണ്ട് മാത്രമാണ് പ്രതി മറ്റ് അക്രമങ്ങളിലേക്കൊന്നും കടക്കാതിരുന്നത്. മജിസ്ട്രേറ്റിന് മുന്നിൽ ജാമ്യ പേപ്പറുകൾ വലിച്ചു കീറി വീണ്ടും ഒരു അതിക്രമം പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ സംഭവങ്ങൾ ചെയ്യുമ്പോൾ, ഇത്തരത്തിൽ പെരുമാറുമ്പോൾ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊരു ചോദ്യം ഉയരും. എന്തായാലും നിലവിൽ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് ഗുരുതര മാനസിക പ്രശ്നങ്ങളൊന്നും പ്രതിക്ക് ഇല്ല എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം മലേഷ്യയിലെ കോലംബൂരിൽ നിന്ന് വരികയായിരുന്ന ബാറ്റിക് എയറിന്റെ വിമാനത്തിൽ വെച്ചാണ് ഇത്തരത്തിൽ എമർജൻസി വാതിൽ തുറക്കാൻ പ്രതി ശ്രമിച്ചത്. ഡോർ ബലമായി വലിച്ചു തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നാലെ സഹയാത്രികരെല്ലാം ചേർന്ന് വളരെ സാഹസികമായി പ്രതിയെ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. പിന്നാലെ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിച്ചപ്പോഴാണ് മജിസ്ട്രേറ്റിന് മുന്നിലും ഇത്തരത്തിലൊരു അതിക്രമം തുടർന്നത്. ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യം, എന്തിന് പ്രതി ഇങ്ങനെ ചെയ്തു, എന്തിന് ഈ വാതിൽ തുറക്കാൻ ശ്രമിച്ചു എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. അത് വിശദമായി അന്വേഷിക്കുകയാണ് പോലീസ്. അത്തരത്തിലുള്ള നിയമ നടപടികളൊക്കെ നടക്കുന്നതിനിടയിലാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ അതിക്രമം തുടങ്ങിയത്. ഈ പേപ്പറുകൾക്ക് വലിച്ചു കീറി അത്തരത്തിൽ പ്രതിയുടെ ഭാഗത്തു നിന്നൊരു അസാധാരണ പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത്. ജാമ്യ പേപ്പറുകൾ അടക്കം വലിച്ചു കീറിയാണ് പ്രതി പെരുമാറിയിരിക്കുന്നത്. പാലക്കാട് സ്വദേശിയാണ് ഈ ഒരു കേസിൽ അറസ്റ്റിലായതും ഇത്തരത്തിൽ അതിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നതും. എന്തായാലും എന്താണ് വിമാനത്തിൽ സംഭവിച്ചത്, ആ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് വിശദമായി നോക്കാം. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം അരങ്ങേറിയത്. അതായത് ഒരു മലയാളി മലേഷ്യയിലെ കോലംബൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചു. പാലക്കാട് സ്വദേശിയാണ് ഈ ഒരു സാഹസം വിമാനത്തിനുള്ളിൽ ചെയ്തത്. അറസ്റ്റിലായിട്ടുണ്ട്. പാലക്കാട് കുട്ടനാട് സ്വദേശി ജംഷീർ അത്താണിക്കലാണ് അറസ്റ്റിലായത്. നെടുമ്പാശ്ശേരി പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വൻ സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമാകാവുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഈ വിമാനത്തിൽ അരങ്ങേറിയത്. എന്തായാലും പ്രതിയെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തിനാണ് എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചത് എന്നതടക്കമുള്ള വിശദമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത്. മാത്രമല്ല, ഈ പിടികൂടിയ വ്യക്തിയുടെ പശ്ചാത്തലമടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. കോലാലംപൂരിൽ നിന്നും കൊച്ചിയിലേക്ക് വരികയായിരുന്നു വിമാനം ലാൻഡ് ചെയ്യാൻ വെറും അരമണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിലാണ് ഇത്തരത്തിൽ എമർജൻസി വാതിൽ തുറക്കാൻ ഇയാൾ ശ്രമിച്ചത്. രാത്രി 9:30-നും 11:05-നും ഇടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. OD 231 നമ്പർ വിമാനത്തിലെ സീറ്റ് നമ്പർ 12A-യിലായിരുന്നു ജംഷീർ യാത്ര ചെയ്തിരുന്നത്. പെട്ടെന്ന് തന്നെ ജംഷീർ വിമാനത്തിന്റെ എമർജൻസി എക്സിറ്റ് ഡോർ ബലമായി തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. എമർജൻസി വിൻഡോ പാനൽ അടിച്ച് തകർത്താണ് ഇയാൾ അത് തുറക്കാൻ ശ്രമിച്ചത്. അപ്പോൾ കൂടെയുള്ള യാത്രക്കാരൊക്കെ ഇത് തടയാൻ ശ്രമിച്ചു. അവർ വിമാനത്തിലെ മറ്റ് യാത്രക്കാരെയും ക്യാബിൻ ക്രൂവിനെയും ഈ സമയം ഇയാൾ ഭീഷണിപ്പെടുത്തി. വിമാനത്തിലുണ്ടായിരുന്ന ക്യാബിൻ ക്രൂവും മറ്റു യാത്രക്കാരും ചേർന്ന് ഇയാളെ ബലമായി ഈ ഒരു ശ്രമത്തിൽ നിന്നും പിടിച്ചു മാറ്റുകയായിരുന്നു. വിമാനത്തിനുള്ളിൽ വെച്ച് മറ്റൊരു യാത്രക്കാരൻ ചിത്രീകരിച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. FIRലാണ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. നെടുമ്പാശ്ശേരി പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തിന് ഇങ്ങനെ ചെയ്തു എന്നതൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. വിമാനം തകർന്നു വീഴാവുന്ന തരത്തിലുള്ള വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമായിരുന്നു. ഇതോടെ ഭയന്ന സഹയാത്രികർ ഒന്നിച്ചു ചേർന്ന് ഇയാളെ സാഹസികമായിട്ട് തന്നെയാണ് വിമാനത്തിനുള്ളിൽ നിന്നും കീഴ്പ്പെടുത്തിയതും മാത്രമല്ല ആ ഒരു ശ്രമത്തിൽ നിന്നും ഇയാളെ പിന്തിരിപ്പിച്ചതും. രാത്രി 11:10 വിമാനം കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തി. പിന്നാലെ ബാട്ടിക് എയർലൈൻസ് സെക്യൂരിറ്റി ഇൻചാർജ് ബിന്ദു മോഹൻ നായർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഇയാൾക്കെതിരെ. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നെടുമ്പാശ്ശേരി പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. വിമാനത്തിനുള്ളിൽ പ്രകോപനപരമായ സാഹചര്യങ്ങൾ ഒന്നും
തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ട്, ഏത് സാഹചര്യത്തിലാണ് ജംഷീർ ഇത്തരത്തിലൊരു ശ്രമം നടത്തിയത്, വാതിൽ തുറക്കാൻ ശ്രമിച്ചത്? ചോദ്യങ്ങൾ ഒരുപാടാണ്. എന്തായാലും വിശദമായ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ ഒരു മറുപടിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു. ജംഷീർ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തിരുന്നത്, കൂടെ ആരും ഉണ്ടായിരുന്നില്ല. എന്താണ് ജംഷീറിൻ്റെ ഒരു പശ്ചാത്തലം, മറ്റെന്തെങ്കിലും പശ്ചാത്തലമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. എന്തായാലും എന്തുകൊണ്ട് പെട്ടെന്ന് ഒരു പ്രകോപനം അല്ലെങ്കിൽ വാതിൽ തുറക്കാൻ ശ്രമിച്ചു, അത് അപകടകരമാം എന്നറിഞ്ഞിട്ടും അറിയാവുന്നതായിരിക്കാം, എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ അതിന് ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. എന്തിന് ഇത്തരത്തിൽ വിമാനത്തിനുള്ളിൽ ചെയ്തു കൂട്ടി എന്നതൊരു ചോദ്യം തന്നെയാണ്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ്. വിമാനം കൊച്ചിയിൽ ലാൻഡ് ചെയ്ത ഉടൻ തന്നെ സഹയാത്രികർ ഇയാളെ CISFന് കൈമാറുകയായിരുന്നു. തുടർന്ന് CISF ഇയാളെ നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറി. യുവാവ് ഇത്തരത്തിൽ പെരുമാറാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമല്ലെന്നും പോലീസ് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. നമ്മളിനി നോക്കാൻ പോകുന്നത് എന്താണ് ഈ എമർജൻസി വാതിൽ തുറന്നാൽ സംഭവിക്കാവുന്ന അപകടങ്ങൾ എന്നാണ്. വിമാനം പറന്നുയരുമ്പോൾ അന്തരീക്ഷത്തിലെ വായു സമ്മർദ്ദം കുറവായിരിക്കും. എന്നാൽ യാത്രക്കാർക്ക് ശ്വസിക്കാൻ പാകത്തിൽ വിമാനത്തിനുള്ളിൽ കൃത്രിമമായി വായു സമ്മർദ്ദം നിലനിർത്താറുണ്ട്. ഈ സമയത്ത് വിമാനത്തിൻ്റെ വാതിൽ തുറന്നാൽ ഇനി പറയുന്ന ഗുരുതര സംഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒന്ന്, സ്ഫോടനാത്മകമായ വായുപ്രവാഹം. വിമാനത്തിനുള്ളിലെ ഉയർന്ന സമ്മർദ്ദമുള്ള വായു അതിവേഗത്തിൽ പുറത്തേക്ക് കുതിക്കും. ശക്തമായ ഈ വായുപ്രവാഹത്തിൽ വാതിലിനടുത്തുള്ള ആളുകളും വസ്തുക്കളും വിമാനത്തിന് പുറത്തേക്ക് തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എമർജൻസി വാതിൽ തുറന്നാൽ. രണ്ടാമത്തെ അപകടം, ഓക്സിജന് പെട്ടെന്നുള്ള കുറവ് സംഭവിക്കും. ഉയർന്ന ഉയരങ്ങളിൽ അന്തരീക്ഷത്തിൽ ഓക്സിജൻ വളരെ കുറവായിരിക്കും. വാതിൽ തുറക്കുന്നതോടെ വിമാനത്തിനുള്ള ഓക്സിജന്റെ അളവ് പെട്ടെന്ന് താഴേക്ക് പോകും. സെക്കൻഡുകൾക്കുള്ളിൽ യാത്രക്കാർക്ക് ബോധക്ഷയം വരെ സംഭവിക്കാവുന്നതാണ്. ഈ സമയത്താണ് ഓക്സിജൻ മാസ്കുകൾ താഴേക്ക് വീഴുക. ഇനി മൂന്നാമത്തെ അപകടം, കഠിനമായ തണുപ്പും വായു ശബ്ദവും ഉണ്ടാകും. ഉയരത്തിൽ പറക്കുന്ന വിമാനത്തിന് പുറത്തെ താപനില -40 മുതൽ -60 ഡിഗ്രി സെൽഷ്യസ് വരെ ആകാം. വാതിൽ തുറക്കുന്നതോടെ അതികഠിനമായ തണുത്ത വായു ഉള്ളിലേക്ക് പ്രവേശിക്കുകയും നിമിഷങ്ങൾക്കകം മരവിപ്പുണ്ടാക്കുകയും ചെയ്യും. ഇതോടൊപ്പം അതിശക്തമായ കാറ്റും കാതടപ്പിക്കുന്ന ശബ്ദവും ഉണ്ടാകും. അടുത്ത അപകടം, വിമാനത്തിൽ തകരാറുകൾ സംഭവിക്കാം. വായു സമ്മർദ്ദത്തിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള വ്യതിയാനം വിമാനത്തിന്റെ ഘടനയെ ദോഷകരമായി ബാധിക്കാം. നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. വിമാനം തകരാൻ പോലും ഇത് കാരണമായേക്കും. ഒരു പ്രധാന കാര്യം, വിമാനം വളരെ ഉയരത്തിൽ പറക്കുമ്പോൾ വായു സമ്മർദ്ദത്തിലെ വലിയ വ്യത്യാസം കാരണം മനുഷ്യശക്തി കൊണ്ട് മാത്രം അതിൻ്റെ വാതിലുകൾ തുറക്കാനാകില്ല. കാരണം വാതിലുകൾ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പൂട്ടിയിരിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന. എന്നാൽ വിമാനം റൺവേയിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വളരെ താഴ്ന്നു പറക്കുമ്പോഴോ വാതിൽ തുറന്നാൽ അത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും. അങ്ങനെ ഒരുപാട് അപകടങ്ങളാണ് ഇത്തരത്തിൽ വാതിൽ തുറന്നാൽ സംഭവിക്കുന്നത്. അപ്പോൾ യാത്രക്കാരൊക്കെ അതൊക്കെ സൂക്ഷിച്ചാണ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കവെയാണ് ഒരു യാത്രക്കാരൻ പെട്ടെന്ന് യാതൊരു പ്രകോപനവും ഇല്ലാതെ പെട്ടെന്ന് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത്. എന്തായാലും ജംഷീർ എന്ന മലയാളി പാലക്കാട് സ്വദേശിയാണ്. എന്തിനിങ്ങനെ ചെയ്തു എന്നൊരു ചോദ്യം, വിശദമായ അന്വേഷണം, അതിനുശേഷം മാത്രം ഒരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പ്രതി എന്തായാലും അറസ്റ്റിലാണ്, ചോദ്യം ചെയ്യുന്നുണ്ട്. അപകടകരമായ ഈ പ്രവൃത്തിയിലേക്ക് ജംഷീറിനെ നയിച്ചത് എന്താണെന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ നിലവിൽ ശക്തമാണ്. ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ വിമാനത്തിൻ്റെ വാതിൽ തുറക്കാൻ ഈ യാത്രക്കാർ ശ്രമിക്കുന്നു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് വാതിൽ തുറക്കാൻ ശ്രമിക്കുക, അതും സഹയാത്രികർ ജീവനക്കാരും ഒക്കെ ചേർന്ന് ആ ഇടപെടൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമത്തെ തടയുക. അങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സംഭവമാണ്. ഇത്തവണ ഒരു മലയാളിയാണ് അത് ശ്രമിച്ചിരിക്കുന്നത് ഇങ്ങനെ ചെയ്യാൻ എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്.